കൊന്നവനെയല്ല, കൊല്ലിച്ചവനെ. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. വേദിയിൽ നിന്നാണ്, റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. കേസുകൾ വരുമെന്നും എനിക്കറിയാം. വരട്ടെ എന്ന് കരുതിയാണ് പറയുന്നത്. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ. കാരണം എൻ്റെ കയ്യിൽ കേരള ഹൈക്കോടതിയിലെ തെളിവുണ്ട്. ഒരു പാത്രത്തിൽ വെച്ച് എല്ലാവരും കഴിച്ച ഭക്ഷണത്തിൽ കുഞ്ഞനന്തിന് മാത്രം എങ്ങനെയാണ് ഒരു വിഷബാധ? നിങ്ങളുടെ മക്കൾ SFIയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർ പോകുന്നത് മയക്കുമരുന്നിലേക്കും കൊലപാതകത്തിലേക്കും നെറികെട്ട രാഷ്ട്രീയത്തിലേക്കുമാണ്. ഫസലിനെ കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ തൂവാല ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ടല്ലോ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാൻ. അതേപോലെ മാഷാള്ള ഒട്ടിച്ചല്ലോ TP ചന്ദ്രശേഖരന്റെ. ഇത് രണ്ടും സമാനതകളുണ്ട്. നമസ്കാരം. മക്കൾ SFI മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ വീട്ടിലെ അമ്മമാർ ഓർക്കുക, അവർ പോകുന്നത് നെറുകെട്ട രാഷ്ട്രീയത്തിലേക്കാണ്. കൊന്നവരല്ല, കൊല്ലിച്ചവരാണ് അവർക്ക് നേതൃത്വം നൽകുന്നത്. കോളേജ് രാഷ്ട്രീയത്തിൽ പൊലിയുന്ന ജീവനുകൾക്ക് ഉത്തരം പറയാൻ SFI ഗുണ്ടകളെ വളർത്തുന്ന CPM നേതാക്കൾ തയ്യാറാകില്ല എന്നത് ഉറപ്പാണ്. സ്വന്തം മക്കളെ UK-യിലും കാനഡയിലും വിട്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഇവിടെ CPM-ന്റെ കീഴിൽ ഗുണ്ടകളായി വളരുന്നു. അമ്മമാർ ഓർക്കേണ്ടതുണ്ട് പലതും. CPM-ന്റെ നെറുകെട്ട രാഷ്ട്രീയത്തെ കുറിച്ച് തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ KM ഷാജി. വയനാട്ടിലൊക്കെ ഞങ്ങളൊക്കെ കേട്ടുപഠിച്ച ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും കുരുത്തക്കേട് ചെറുപ്പത്തിൽ കാണിക്കുമ്പോൾ ഉമ്മാര് പറയാ പോത്താമ്പി വരുന്നാണ്, സൂക്ഷിക്കണം. എന്നാൽ ഇന്നത്തെ ഉമ്മമാര് മക്കളെ പറഞ്ഞു കൊടുക്കേണ്ടത് SFI വരും, സൂക്ഷിക്കണമെന്നാണ്, ശ്രദ്ധിക്കണമെന്നാണ്. ഞാൻ കടപ്പുറത്ത് വെച്ച ഒരു വാക്കിനെ രാഷ്ട്രീയമായി വളച്ചൊടിച്ചു പറയാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പിൽ നിന്ന് മാറുമ്പോൾ എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ CPM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് ലീഗിൻ്റെ പരിസരത്ത് നിന്നല്ല, കോൺഗ്രസിൻ്റെ പരിസരത്ത് നിന്നല്ല, നിങ്ങൾ പോകുന്നത് ദീനിൻ്റെ പരിസരത്ത് നിന്നാണ് എന്നാണ്. എന്നാൽ അത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മക്കൾ SFIയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർ പോകുന്നത് മയക്കുമരുന്നിലേക്കും കൊലപാതകത്തിലേക്കും നെറികെട്ട രാഷ്ട്രീയത്തിലേക്കുമാണ്, മനുഷ്യത്വത്തിൻ്റെ പക്ഷത്തു നിന്നാണ്. സൂക്ഷിക്കണം മക്കളെ. ആ മക്കൾ എന്തുകൊണ്ട് SFI ആവരുത് എന്നതിൻ്റെ ഉത്തരം പിണറായി വിജയൻ്റെ മകൾ വീണയാണ്. അവൾ SFI ആയിട്ടില്ല, പോയി പഠിപ്പിച്ചത് കോയമ്പത്തൂരിലാണ്. ഇവിടെ എങ്ങാനും SFI പിടിച്ചാലോ എന്ന് ഭയന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിച്ചത് ബർമിഹാമിലാണ്, ലണ്ടനിൽ. SFI അല്ല എന്ന ധൈര്യത്തിലാണ് അവിടെ പറഞ്ഞു വിട്ടത്. ഈ പറയുന്ന ഗോവിന്ദൻ്റെയും EP ജയരാജൻ്റെയും ഒരുത്തൻ്റെ മക്കളും SFI പിടിച്ചിട്ടില്ല. അവരെ പോറ്റാൻ SFIക്കാരനാക്കി മക്കളെ വളർത്തുന്നത് എന്തിനാണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം വലിയ അതിക്രമങ്ങളാണ് നമ്മളുടെ ചുറ്റും നടക്കുന്നത്. ഞാനിത് പലപ്പോഴും രാഷ്ട്രീയമായി പറയാൻ ശ്രമിച്ചതാണ്. ഒരു ചെറിയ പ്രശ്നമല്ല ഇത്, ഒരു ചെറിയ പ്രശ്നമല്ല. കണ്ണൂരിൽ 10 കൊല്ലം MLA ആയി നിന്ന ഒരാളാണ് ഞാൻ. നാദാപുരത്തുകാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും. കലാപത്തിൻ്റെ മുഖം, CPM-ന്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖം, അവർ കാണിക്കുന്ന നെറികേടിൻ്റെ മുഖം, അവരുടെ ഏറ്റവും വൈകൃതം നിറഞ്ഞ വർഗീയതയുടെ മുഖം, മുസ്ലിം വിരുദ്ധതയുടെ മുഖം എത്രയോ തവണ അനുഭവിച്ചറിഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പറഞ്ഞാൽ അത് മനസ്സിലാകും എന്നെനിക്കറിയാം. നരമേധ രാഷ്ട്രീയം എന്ന ഒന്നുണ്ട്, നരമേധ രാഷ്ട്രീയം. അങ്ങനെ ഒരു രാഷ്ട്രീയം കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. നിങ്ങൾ കാണുന്ന പോലെ ഈ പരസ്യമായ കൊലപാതകങ്ങളല്ല, ഇപ്പോഴും പുറത്തു വരാത്ത നിരവധി കലാപങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തിൽ കണ്ണൂരിൽ നടക്കുന്നുണ്ട്, CPM-ന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും അത് പുറത്തു വരാറില്ല. ആത്മഹത്യയായി, ആക്സിഡൻ്റായി, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും വരാറ്. എന്നാൽ അങ്ങനെയല്ല. ഷുക്കൂറിൻ്റെ കൊലപാതകത്തിൻ്റെ സമയത്ത് ഒരു നിയോഗമാകാം. കണ്ണൂരിലെ MLA ആയിരുന്നു ഞാൻ, യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു ഞാൻ. അന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, കൊന്നവനെയല്ല, കൊല്ലിച്ചവനെ. അങ്ങനെയാണ് P ജയരാജൻ എന്ന് പറയുന്ന ഒരുപാട് കൊലപാതകങ്ങളിൽ മനസ്സുകൊണ്ടും നേതൃത്വം കൊണ്ടും പങ്കാളിത്തമുള്ള ഒരാൾ. ഞാനിത് പറയുന്നത് വേദിയിൽ നിന്നാണ്, റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. റെക്കോർഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. കേസുകൾ വരുമെന്നും എനിക്കറിയാം. വരട്ടെ എന്ന് കരുതിയാണ് പറയുന്നത്. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ. കാരണം എൻ്റെ കയ്യിൽ കേരള ഹൈക്കോടതിയിലെ തെളിവുണ്ട്. നിരവധി കേസുകളിലെ പ്രതിയായ ആസൂത്രകനായ P ജയരാജൻ, ആ ജയരാജനെ 70-ലധികം ദിവസം ജയിലിൽ കിടത്താൻ കഴിഞ്ഞത് ഷുക്കൂർ കേസിന് നടത്തിയ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടാണ്. കൊന്നവനെയല്ല, കൊല്ലിച്ചവനെ. കൊല്ലുന്നവരെ കൊലപാതകങ്ങൾ നടക്കും, അവരെ വാടകയ്ക്ക് എടുക്കാം. കത്തി വാങ്ങുന്ന പോലെ, തോക്ക് വാങ്ങുന്ന പോലെ കൊല്ലുന്നവനെയും വാങ്ങാം.
ടി പി ചന്ദ്രശേഖരന്റെ വിധി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 7 പേർക്ക്, പ്രതി 1, പ്രതി 2 തുടങ്ങി 7 പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരനെ അറിയില്ല. ടി പി ചന്ദ്രശേഖരനോട് വിരോധമില്ല. ടി പി ചന്ദ്രശേഖരനെ വേറെ ആളെ വിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ്. വിരോധമില്ലാതെ, അദ്ദേഹത്തോട് മുൻവൈരാഗ്യമില്ലാത്തവരാണ് 7 പ്രതികളെങ്കിൽ കത്തി പോലെ, ബോംബ് പോലെ ഒരായുധം മാത്രമാണ് 7 പേർ. അവരെ നിങ്ങൾ ജീവപര്യന്തം ശിക്ഷിച്ചിട്ട് എന്താ കാര്യം? അവരെ തൂക്കിക്കൊന്നിട്ട് എന്താ കാര്യം? പിന്നെയും വേറെ കത്തി വാങ്ങുന്ന പോലെ പിന്നെയും കൊലപാതകികളെ വാങ്ങില്ലേ? കൊല്ലിച്ചവൻ, അവൻ ആരായിരുന്നാലും കൊല്ലിച്ചവന് വാങ്ങില്ലേ? അതുകൊണ്ട് കൊല്ലിച്ചവനെ പിടിക്കണം. അതാണ് രാഷ്ട്രീയത്തിൽ ഈ കൊലപാതകങ്ങൾ അവസാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വാളയാറിലെ പ്രതിയെ കൊന്നതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ലോ. ഷാജി അത് പറഞ്ഞു. ഷാജി മാത്രം എന്തേ പറയണത് ചോദ്യമല്ലേ? ഞാൻ പറയാം, വാളയാറിലെ പ്രതി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? എൻ്റെ ചോദ്യം, ഞാൻ പറയുന്നത്, ഏതാനും മിനിറ്റുകൾ നിങ്ങൾ യാത്ര ചെയ്താൽ മതി തലശ്ശേരിയിലേക്ക്. തലശ്ശേരിയിലെ ഫസൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഞാൻ കണ്ണൂരിലെ MLA ആണ്. ഫസൽ കൊല്ലപ്പെട്ടല്ലോ. ഫസലിനെ കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ തൂവാല ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ടല്ലോ, മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തല്ലിക്കാൻ. അതേപോലെ മാഷാള്ള ഒട്ടിച്ചല്ലോ ടി പി ചന്ദ്രശേഖരന്റെ. ഇത് രണ്ടും സമാനതകളുണ്ട്. ഈ സമാനതകളുടെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? രണ്ടും ഒരേപോലെ. ഫസലിന്റെ കൊലപാതകത്തിലെ പ്രതികൾ 1, 2, 3 കൊല്ലപ്പെട്ടു. നമ്മൾ മണിയാശാൻ പറഞ്ഞ പോലെ കൊല്ലപ്പെട്ടു. അവർ ജീവിച്ചിരിപ്പില്ലല്ലോ. എന്നാൽ കൊല്ലപ്പെട്ടതാണ് എന്ന ഷാജിയുടെ ആരോപണത്തിനെതിരെ കേസ് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. എന്താ കൊടുക്കാത്തത്? ഫസൽ കൊലപാതക കേസിന്റെ അന്വേഷണം നടത്തിയ DYSP രാധാകൃഷ്ണൻ, എനിക്കറിയാം, IPS എഴുതി വാങ്ങിയ ആളാണ്. അവസാനം ഈ പിണറായി വിജയൻ ഉപദ്രവിച്ചിട്ട് കർണാടകയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യാണ്. അറിയോ നിങ്ങൾ? ഒരു സ്വകാര്യ മേഖലയിൽ IPS എഴുതി വാങ്ങിയ ഓഫീസർ. എന്താ കാരണം? കാരായി രാജനെയും ചന്ദ്രശേഖരനെയും കുടുക്കരുതെന്ന് പാർട്ടി പറഞ്ഞു. പക്ഷെ അവരല്ലേ പ്രതി. അവർ പെട്ടു. ആ ഒറ്റ കാരണത്തിന് നിങ്ങളുടെ ക്യാബിനറ്റിന്റെ ഔദാര്യമല്ല രാധാകൃഷ്ണന്റെ IPS നിങ്ങൾ അനുവദിച്ചു കൊടുത്ത കുറെ ആളുണ്ടല്ലോ ഇപ്പോഴും. അതല്ല. എന്നിട്ട് ഇവിടുത്തെ കുറെ തൊഴിലാളി സംഘടനകളും ഓഫീസേഴ്സ് സംഘടനകളും ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? കേരളത്തിലെ ഒരു IPS ഓഫീസർ കർണാടക സംസ്ഥാനത്തിൽ പോയിട്ട് വാച്ചറ പണിയെടുക്കുമ്പോൾ പറഞ്ഞാരെങ്കിലും? ഈ CPM എന്ന് പറയുന്ന ഗുണ്ടകളെ പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഫസലിന്റെ 3 കൊലപാതകികൾ കൊല്ലപ്പെട്ടത് എങ്ങനെ? ഷുക്കൂറിന്റെ കൊലപാതകി ആത്മഹത്യ ചെയ്തു. ഷുക്കൂറിന്റെ മറ്റൊരു കൊലപാതകയുടെ ഭാര്യയും ആത്മഹത്യ ചെയ്തു. ഈ വളയത്തല്ലേ രതീഷ് ആത്മഹത്യ ചെയ്തത്? മൻസൂർ കൊലപാതകത്തിൽ 2ാം പ്രതി ഈ പരിസരത്തല്ലേ? ഈ വളയം പരിസരത്തല്ലേ? ഷുഐബിന്റെ കൊലപാതകയായ ആകേഷ് തില്ലങ്കേരി പൊട്ടിത്തെറിച്ചത് എങ്ങനെ? ഞാന് കുഞ്ഞനന്ദനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ കുറെ ആളുകൾ കയറി ചൊറിയാമെന്നല്ലോ, ഗോവിന്ദനും EP ജയരാജനൊക്കെ. എന്റെ ചോദ്യം, കുഞ്ഞനന്ദൻ മാത്രമല്ല, CH അശോകൻ എങ്ങനെയാ മരിച്ചത്? CH അശോകൻ NGO യൂണിയന്റെ സംസ്ഥാന നേതാവല്ലേ? CH അശോകൻ അതിലെ പ്രധാനപ്പെട്ട പ്രതിയല്ലേ? ഈ ആസൂത്രണത്തിലെ മുഖ്യ കക്ഷിയല്ലേ? അവിടുത്തെ ഒഞ്ചിയം ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? ആ CH അശോകൻ എങ്ങനെയാ മരിച്ചത്? ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു, അതൊരു കേവല മരണമാണോ എന്ന് സംശയമുണ്ട് എന്ന് RMP പറഞ്ഞിട്ടുണ്ട്, രമ പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തേ അതിനെക്കുറിച്ച് പറയാത്തത്? CH അശോകൻ. പിന്നെ കുഞ്ഞനന്ദനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ രസമുണ്ട്. കുഞ്ഞനന്ദന്റെ മകള്, മോനെ ഷായി, ആ വെള്ളം അങ്ങ് മറിച്ചേക്കുന്നു. എന്നാ മോളെ, ഷാജി വെച്ച വെള്ളം മറിക്കൂല എന്ന് മാത്രമല്ല, അത് തിളച്ചു തുടങ്ങി. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഓർത്തു വെച്ചോ, അച്ഛനെ കൊന്നത് എന്ന പ്രയോഗം നടത്തിയത് കുഞ്ഞനന്ദന്റെ മകളാണ്, ഷാജിയല്ല. ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ കൊന്നത് എന്ന ഒരു ചിന്ത മോളെ മനസ്സിലുണ്ടല്ലേ? എന്നാ മോളെ, ഒരു വെള്ളക്കടലാസിൽ എടുത്തിട്ട് കൊന്നത് കോൺഗ്രസ് ആണ്, ലീഗാണ്, അല്ലെങ്കിൽ ഷാജിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് അന്വേഷിക്കണമെന്ന ഒരു കടലാസ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള നട്ടല് ഈ സൂത്രധാരകനായ കുഞ്ഞനന്ദന്റെ മോൾക്കുണ്ടോ? CPM-നുണ്ടോ? ഞാൻ വെല്ലുവിളിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ കുഞ്ഞനന്ദന്റെ കൊലപാതകം എന്ന് നിങ്ങൾ പറഞ്ഞ കൊലപാതകം എന്ന് പറഞ്ഞാൽ അന്വേഷിക്ക്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ
പിന്നെ വേറൊരു കാര്യമുണ്ട്. 11/6/2020 കുഞ്ഞനന്തൻ മരിക്കുന്നത്. എഴുതി വെച്ചോ സഖാവേ, അന്ന് KM ഷാജി അഴീക്കോട് MLA ആണ്. എന്ന് വെച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ MLA അന്ന് ഞാനാണ്. മനസ്സിലായോ? ആ സെൻട്രൽ ജയിലിൽ ഞാൻ പോകാറുണ്ട്. കുഞ്ഞനന്തനെ ഞാൻ 2-3 തവണ കണ്ടിട്ടുണ്ട്. ആ സെൻട്രൽ ജയിലിലെ പ്രതികൾക്ക് വെള്ളമില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു MLAയും ചെയ്യാത്ത വിധം ആ സെൻട്രൽ ജയിലിൽ വെള്ളം കുത്തി കൊടുത്തത് ഞാനാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഷാജിക്ക് കാര്യങ്ങളും അറിയും. ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാ ഭക്ഷണം, അല്ലാണ്ട് ഹോട്ടലിൽ പോയി ഒരാൾക്ക് ബിരിയാണി ഒരാൾക്ക് നെയ്ച്ചോറ് എന്ന് പറഞ്ഞ മാതിരി കിട്ടില്ല. ഒരു പാത്രത്തിലാണ് വെക്കുക. ഒരു പാത്രത്തിൽ വെച്ച് എല്ലാവരും കഴിച്ച ഭക്ഷണത്തിൽ കുഞ്ഞനന്തന് മാത്രം എങ്ങനെയാണോ ഒരു വിഷബാധ? എങ്ങനെയാണോ വിഷബാധ ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് തോണ്ടാനാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ തോണ്ടാനാണ് വരുന്നത്. എന്നെ ഞങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ സെബാസ്റ്റ്യൻ പോളാണ് എനിക്കെതിരെ വലിയ അയാളത് ഞാൻ നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞ സമയം നോക്കുമ്പോൾ വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 മണി കഴിഞ്ഞാൽ പിന്നെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. സാധു രാവിലെയൊക്കെ ആണെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ കോവിന്ദ മാഷാണ്. കോവിന്ദം പറഞ്ഞിരിക്കേണ്ടത് ഷാജിയുടെ ആരും മറുപടി വരണു, പിറ്റേന്നാൾ വരെയാണ് കേസ് കൊടുക്കുന്നു. അപ്പോൾ അതെന്തിനാണ് ഒന്ന് കേസ് കൊടുക്കും? ഗോവിന്ദ മാഷ് പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ? ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു, എനിക്കെതിരെ ഈ വിഷയത്തിലൊന്ന് കേസ് കൊടുക്കുക. 14 കേസ് കൊടുത്ത പാർട്ടി അല്ലടോ CPM, കൊടുക്കടോ ഒരു കേസ് കൂടെ. ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കുലങ്ങൾ. ഇത് പരിശോധിക്കാനുള്ള ധൈര്യം ഗോവിന്ദ മാഷ്ക്ക് ഉണ്ടാവില്ല. EP ജയരാജൻ സാധുവാണ്. മൂപ്പര് പറഞ്ഞു ഷാജി നിലവാരമില്ലാത്ത ആളാണ്. അപ്പോൾ EP-ൻ്റെ നിലവാരങ്ങൾ ആലോചിച്ച് നോക്കിയ എത്രയാണ്. ഞാനത് വിട്ടു. പക്ഷെ P ജയരാജൻ പറഞ്ഞു നമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത്. ആര്? P ജയരാജന്. ഈ സാധു കൃത്യം 5 കൊല്ലം മുമ്പ് ഈ മണ്ഡലത്തിൽ മത്സരിച്ചു. അന്ന് ആ കിട്ടിയ ചാൻസിൽ മൂപ്പരുടെ പാർട്ടി സെക്രട്ടറി സ്ഥാനം തെറിപ്പിച്ചതാണ്. ഇതാ വീണ്ടും 5 കൊല്ലമായേ MP ജയരാജൻ അവിടെ മത്സരിച്ചു. എന്നാൽ ഇയാളെ പിടിച്ച് സെക്രട്ടറി ആക്കണ്ടേ? രാജേഷനെ പിടിച്ച് സെക്രട്ടറി ആക്കി. അപ്പോൾ നമുക്ക് പാർട്ടിക്ക് പുറത്ത് ഏതാണ്? നമുക്ക് ആ പാർട്ടിൻ്റെ പുറത്ത്? എടോ ഞാൻ മുസ്ലിം ലീഗിൽ വേറെ ആരും പറഞ്ഞില്ല. എന്തിനാടോ വേറെ ആൾ പറഞ്ഞത്? ഞാൻ പോരെ, ഞാൻ ഈ പാർട്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? വേറെ ആൾ എന്തിനാ പറയണത്? പാർട്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അല്ലെങ്കിൽ പാർട്ടി പറയും. മനസ്സിലായോ? ജില്ലാ സെക്രട്ടറി ആകാൻ പോലും പറ്റാതെ പുറത്ത് നിൽക്കണ ഈ നമുക്ക് ലീഗിന് നിൽക്കണ എന്നെക്കുറിച്ച് വർത്താനം പറയണത്? എന്നെക്കുറിച്ച് വർത്താനം പറയുന്നത്? ഞാൻ പാർട്ടിൻ്റെ സെക്രട്ടറിയാടോ. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഷാജിയല്ലേ പറഞ്ഞത്? അങ്ങനെ എന്തിനാ ലീഗ് നേതാക്കന്മാരൊക്കെ പറഞ്ഞത്? അബ്ദുള്ള മാഷ ഇരിക്കണ്, ചോദിച്ചു നോക്ക്. ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നല്ലോ നേതാക്കന്മാരെ കുറിച്ച്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ജനങ്ങളുമായി സംവദിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെ ഒരു നിമിഷമെങ്കിലും പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നും ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പ്രസംഗകനാണ്, ഒരാളാണ്, ഒരു പ്രവർത്തകനാണ്. ആ അഭിമന്യനായ CH ഒക്കെ ആളുകളെ അഭിസംബോധന ചെയ്തത്, രാജ്യത്ത് സംസാരിച്ചത് ഇതുപോലത്തെ വേദികളിൽ നിന്നാണ്. അങ്ങനെ തന്നെ സംസാരിക്കുക. മറുപടി ഇല്ലെങ്കിൽ അത് പറഞ്ഞോണം. അല്ലാതെ ഈ തരത്തിലുള്ള ഞൊട്ടുന്യായമല്ല പറയേണ്ടത്. അതും കൊലയാളിയായ ഒരാൾ, അതും ജയരാജൻ എന്ന് പറയുന്ന കൊലയാളിയായ ഒരാൾ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഗോവിന്ദ മാഷേ, ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല. 2020 കേരളത്തിൻ്റെ നിയമസഭയിൽ ഇപ്പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊന്നാര മോള് ഇപ്പൊ SFIO അന്വേഷിച്ചെടുക്കണില്ലേ? ആ മോളെക്കുറിച്ച് നിയമസഭയിൽ ആധികാരികമായിട്ട് മുഖ്യമന്ത്രിയും അച്ഛനുമായ പിണറായി വിജയന്റെ മുഖത്ത് ചൂണ്ടി ഞാൻ സംസാരിച്ചത്. ഇപ്പോഴെന്താ പറയണത്? കർണാടക കോടതിയിൽ പറയാണ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയമുണ്ടല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയ ഭയമുണ്ടല്ലേ? ഭയം ഉണ്ടാവും. ഇനി മുതൽ ക്ലിഫ് ഹൗസിന്റെ പേര് അച്ഛൻ ഉറങ്ങാത്ത വീട് ഇതാണ്. മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, അച്ഛൻ ഉറങ്ങാത്ത വീടാണ്. ഭയം ഉണ്ടാവും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇതെൻ്റെ നേതാക്കന്മാർക്കൊക്കെ അറിയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഞാൻ തുള്ളിക്ക് മാറി നടക്കുകയായിരുന്നു. ഒന്ന് പറഞ്ഞാൽ കർണാടകയ്ക്ക് പോവും. അറസ്റ്റ് ചെയ്യലായിരുന്നു ഇവർക്ക് പണി. ചെയ്യുന്നായിരുന്നു എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട്. പിന്നെ നിങ്ങൾ വിളവ് പഠിച്ച സ്കൂളിൻ്റെ ഹെഡ്മാഷ് ഞാനായതുകൊണ്ട് എനിക്കറിയായിരുന്നു നിങ്ങൾ എവിടെ അറസ്റ്റ് ചെയ്യുക എന്താ ചെയ്യാന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ തടിയെടുത്താണ്. എന്നെ പിടിക്കാൻ നോക്കില്ലേ? അറസ്റ്റ് ചെയ്യാൻ നോക്കില്ലേ? ആരെയൊക്കെ ഞാനേതായാലും ഇങ്ങനെ പറഞ്ഞു നടക്കണല്ലേ? പീഡിപ്പിച്ചോ? ഒന്നും അറിയാത്ത എൻ്റെ ഭാര്യയെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കില്ല. ഞങ്ങൾ വെറുതെ വിടുന്നു വിചാരിക്കണോ പിണറായി വിജയൻ? ഞങ്ങളൊക്കെ അങ്ങനെ ഇതെല്ലാം അങ്ങ് സഹിച്ചിട്ട് മറന്നിട്ട് കുറെ കഴിയുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ച് ഒന്നാക്കുന്ന വിചാരിക്കണ്ടോ? നിങ്ങൾ വിചാരിക്കണുണ്ടോ? ചെയ്ത പണിക്ക് തിരിച്ചു തരാനുള്ള ആയുസ് പിണറായിക്ക് ബാക്കി വെക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്യും. ഒരു കോംപ്രമൈസും ഇല്ലാതെ.
അത് ഉറപ്പിച്ചു വെച്ചോ. ഞങ്ങളിങ്ങനെ നേരെ നിൽക്കുന്നത്, നട്ടല് വളക്കാത്തത്, കോടതി പോയിട്ട് എനിക്ക് അറസ്റ്റ് ഭയമുണ്ടെന്ന് പറയാത്തത് എന്താണെന്ന് അറിയുമോ? കേരളത്തിന്റെ മുഖ്യ മടിയിൽ കനമില്ലെന്ന ധൈര്യവും നടുപ്പുറത്തെ നട്ടല് ഈ ലീഗ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തന്നതാണ് എന്ന ധൈര്യവും കൊണ്ടാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഈ തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, CPM എന്ന് പറയുന്ന ഒരു സംഘടന, അതിലെ SFI എന്ന ചെറിയ കുട്ടികളെ പോലും വളർത്തുന്നത് അരാജകത്വം, ലൈംഗിക അരാജകത്വം, സെക്സ് അരാജകത്വം, അത് മാത്രമല്ല മയക്കുമരുന്ന് കച്ചവടം പോലും നടത്തുന്നത് SFIയുടെ കുട്ടികളാണ്. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്, ഞാനല്ല ഇത് പറയണത്. കാസർഗോഡ് കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞു, ക്യാമ്പസിനകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കല്ല, അതിൻ്റെ വാണിഭം പോലും നടത്തുന്നവർ ഇവരുണ്ട്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഒരു കുട്ടിയെ വെള്ളം കൊടുക്കാതെ, ഒരു അമ്മയുടെ മകനല്ലേ, ഒരു അച്ഛൻ്റെ മകനല്ലേ, പ്രവാസ ജീവിതം നിങ്ങളെപ്പോലെ നയിച്ച് ആ മനുഷ്യൻ അവിടെ നിന്ന് അധ്വാനിച്ച് മകനെ പഠിപ്പിച്ച് മെറിറ്റിലാണ് പൂക്കോട്ടെ കോളേജിൽ ആ കുട്ടി ചേരുന്നത്, സിദ്ധാർത്ഥ് ചേരുന്നത് മെറിറ്റിലാണ്, ഔദാര്യത്തിലല്ല, പണം വാങ്ങിയിട്ടല്ല, അവിടെയാണ്. അവിടെ നിന്നാണ് ഒരു കുട്ടിയെ ഇത്ര ഭീകരമായിട്ട് ഇവർ ആക്രമിച്ചത്. ഇത്ര ഭീകരമായിട്ട് വെള്ളം പോലും കൊടുക്കാതെ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വെള്ളം പോലും കൊടുക്കാതെ എത്ര ഭീകരമായി. എന്നിട്ട് അതിനെ ന്യായീകരിക്കുക കുറെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന കുറെ 10 റുപ്യക്ക് കൊള്ളാത്ത ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. SFIയുടെ ആളുകൾക്ക് അറവുമാടുകളെ പോറ്റുന്ന പോലെ പോറ്റാണ് ഈ SFI ലീഡർഷിപ്പിനെ. CPM ഇവരെ നേതാക്കന്മാരൊന്നും മക്കളെ വിട്ടിട്ടില്ല, SFIക്ക് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇവരെ പോറ്റുക, എല്ലാ ഗുണ്ടായുസവും പ്രോത്സാഹിപ്പിക്കുക. PSC പരീക്ഷ എഴുതണോ? നീ എഴുതണ്ടെന്ന്. നീ ഇങ്ങനെ കത്തിയും തോന്നിയാസമായിട്ട് നടന്നോ, മയക്കുമരുന്നായിട്ട് നടന്നോ, ഞങ്ങൾ ജയിപ്പിക്കാം. കള്ള PSC പരീക്ഷയിൽ കള്ള തരത്തിൽ അവരെ ജയിപ്പിക്കുക. വാഴക്കൊല PhD കൊടുക്കുക. റോഡ് ടു മക്കയിലെ കഥ മുഴുവൻ കോപ്പി അടിച്ചിട്ട് നോവൽ എഴുതിയാൽ അയാൾക്ക് അവാർഡ് കൊടുക്കുക. ഒറ്റ പണിയുള്ളൂ, നേതാക്കന്മാരുടെ അടിവസ്ത്രം കഴുകി കൊടുക്കുന്ന പണി മാത്രം SFIയുടെ കുറെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുക. എന്നിട്ട് കാപാലികന്മാരായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ക്യാമ്പസുകളിൽ വിടുക. ഇന്ന് നിങ്ങളറിയുമോ, അഷ്കർ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവും, കൊയിലാണ്ടിയിലെ അമൽ എന്ന് പറയുന്ന കുട്ടിയെ കോളേജിന്റെ തൊട്ടടുത്ത വീട്ടുവളപ്പിൽ കൊണ്ടുപോയി 25 SFIക്കാർ, ക്യാമ്പസിന്റെ പുറത്തു നിന്ന് വന്ന ഗുണ്ടകളടക്കം 25 പേർ അടിച്ച് പരിക്കേൽപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കാനാവാതെ ആശുപത്രിയിലാക്കി. എന്താ പറഞ്ഞതെന്നറിയോ? ബൈക്ക് ആക്സിഡന്റ്. ആ കുട്ടിക്ക് ബോധം വന്നപ്പോൾ പറഞ്ഞു, എനിക്കൊരു ആക്സിഡന്റും അല്ല, എന്നെ SFIക്കാർ ആക്രമിച്ചതാണ്. എൻ്റെ ഭയം അതല്ല. ഇവർ ഈ തെമ്മാടിത്തരം മുഴുവൻ ചെയ്യുമ്പോഴും അതിനെതിരെ പറയാൻ ധൈര്യമില്ലാത്ത വിധം നമ്മുടെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. വലിയ സാംസ്കാരിക പ്രബുദ്ധതയുള്ള നാടാണത്ര കേരളം. എന്ത് കേരളം? ലജ്ജ തോന്നുന്നില്ലേ ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ? ഓർത്തു നോക്ക് നിങ്ങൾ. ഇത്ര വൃത്തികെട്ട ക്യാമ്പസുകൾക്കകത്ത് എഡ്യൂക്കേഷനുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയിലെ കുട്ടികളാണ് ഈ അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നാളെ CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശീന്ദ്രൻ, കഴിഞ്ഞ തവണ MLA ആയ ശശീന്ദ്രൻ, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്, വീട്ടിന്റെ മുമ്പിൽ. എന്തിന്? ഈ പ്രതികളെ കൊണ്ടുപോയി ഹാജരാക്കുമ്പോ ജാമ്യം വാങ്ങാൻ. എന്തൊരു പാർട്ടിയാണോ ഇത്? എന്തൊരു പാർട്ടിയാണ്? ഒരു 10-20 കൊല്ലമായി തെമ്മാടികളുടെ ഒരു കൂട്ടമായി CPM മാറുകയാണ്, തോന്നിവാസികളുടെ കൂട്ടമായി മാറുകയാണ്. ക്യാമ്പസുകളിലെ വൃത്തികേടുകൾക്ക് അവർ നേതൃത്വം കൊടുക്കുകയാണ്. ഇത് നിസ്സാരമായ ഒരു പ്രശ്നമല്ല. എന്നിട്ട് കുറെ പുണ്യാളന്മാർ വരും ഇവിടെ. ഇതാ ഇപ്പോൾ മത്സരിക്കുന്ന, ഓർത്തു നോക്ക് നിങ്ങൾ, ഇവിടെ ഇപ്പം മത്സരിക്കുന്ന ശൈലജ ടീച്ചർ. എന്താ വർത്താനം? ടീച്ചർ എന്താ പറയണത്? ഭയങ്കര സംഭവം. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ശൈലജ ടീച്ചറോ? ഞാൻ നിയമസഭയിൽ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്ത്രീകൾക്ക് എന്താ കുഴപ്പം, സ്ത്രീ ആയ എന്താ കുഴപ്പം? കുഴപ്പം എന്താണെന്ന് ടീച്ചർക്ക് എന്നെല്ലാം അറിയാലോ. വെറുതെ അല്ല പിണറായി വിജയൻ പുല്ലുപോലെ വലിച്ചു പുറത്തിട്ടത്. മുഖ്യമന്ത്രിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്തതാണ്, വലിച്ചിട്ടില്ലേ? അതിൻ്റെ ഗുണപതികാരം എന്തായാലും പറയേണ്ട ആവശ്യമില്ല. വൃന്ദക്കാരായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങനെയാണ് CPM ട്രീറ്റ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് ആ വർത്താനം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ടീച്ചറോട് മത്സരിക്കാൻ വന്ന സ്ഥിതിക്ക് ചില കാര്യങ്ങൾക്ക് ടീച്ചർ മറുപടി പറയണം. ഒന്ന്, പാലത്തായി എന്നൊരു സ്ഥലമുണ്ട്, കുറച്ച് പോയാൽ മതി. ടീച്ചറെ, ആ പാലത്തായിയിൽ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു BJP-കാരനായ അധ്യാപകൻ ഭീകരമായി പീഡിപ്പിച്ചു. അവർക്കെതിരെ പോക്സോ കേസ് എടുത്തു, അറസ്റ്റ് ചെയ്തില്ല. അയാൾക്ക് 1 മാസം കഴിഞ്ഞിട്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയപ്പോൾ
2020 അവരെ അറസ്റ്റ് ചെയ്യുന്നത്. 1 മാസം കഴിഞ്ഞിട്ട്. പ്രതി BJP കാരനാണ്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. ഇത്തരത്തിൽ അപകടം പറ്റുന്ന കുട്ടികളുടെ സംരക്ഷണത്തിന്റെ മന്ത്രി ശൈലജ ടീച്ചറാണ്. അറസ്റ്റ് ചെയ്തോ? 1 മാസം കഴിഞ്ഞ് ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയപ്പോൾ എല്ലാ തെളിവും നശിപ്പിക്കാൻ പ്രതിക്ക് സൗകര്യം ചെയ്ത് പോലീസ് കള്ളക്കളി നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ അറിയോ, ഈ ശൈലജ ടീച്ചറുടെ വകുപ്പിൽ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൗൺസിലർമാരായി വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ ചേർന്നിട്ട് ഈ കുട്ടിയെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചു. 9 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ഉമ്മ പറഞ്ഞു എൻ്റെ നെഞ്ചു പൊട്ടിപ്പോകുന്ന ചോദ്യങ്ങൾ. അവസാനം ഉമ്മ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം, IG ശ്രീജിത്ത്, അന്വേഷണ ചുമതല ശ്രീജിത്തിനായിരുന്നു. ശ്രീജിത്തിൻ്റെ ഒരു ഫോൺ ചോർന്നു. അതിൽ ആ കുട്ടിയെ ബ്ലെയിം ചെയ്ത് പ്രതിയുടെ ഭാഗത്തിരുന്ന് ശ്രീജിത്ത് സംസാരിക്കുന്ന വാർത്ത പുറത്തു വന്നു, അല്ലെങ്കിൽ ശബ്ദം പുറത്തു വന്നു. ആ സമയത്താണ് ടീച്ചറെ ഈ കുട്ടിയുടെ ഉമ്മ കോടതിയെ സമീപിക്കുന്നത്. ശ്രീജിത്തിനെ മാറ്റാൻ കോടതി പറഞ്ഞു. പുതിയ IG-ക്ക് അന്വേഷണ ചുമതല കൊടുത്തു. എന്നിട്ടോ ഒരു IPS സ്ത്രീയെയും അന്വേഷണത്തിന്റെ ചുമതല കോടതിയുടെ മേൽനോട്ടത്തിൽ കൊടുത്തു. ഞാൻ കൂടുതൽ പറയണില്ല, കാര്യം തലശ്ശേരി കോടതിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിയുടെ വിചാരണ പൂർത്തിയായി. എന്നോട് ഞാൻ പറയുന്നു, ഈ കോർട്ട് വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ആ കുട്ടിയുടെ മൊഴിയുണ്ട്. ആ മൊഴി മുഴുവൻ, ആ കുട്ടിയോട് ചോദിച്ച ചോദ്യം മുഴുവൻ ഈ ശൈലജ ടീച്ചർ കേരളത്തിലെ ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള മന്ത്രിയായപ്പോൾ പറഞ്ഞുവിട്ട കൗൺസിലർമാർ ഉണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചുള്ള ക്രൂരമായ ചോദ്യങ്ങളാണ്. അറിയോ നിങ്ങൾ, ഏറ്റവും ക്രൂരമായ ചോദ്യങ്ങൾ. ആ കേസിൽ വാളയാർ കേസ് പോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാലത്തായിലെ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ, ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് പുല്ലിന്റെ വില കൽപ്പിക്കാതെ ആദർശവും പറഞ്ഞാണ് ഈ ശൈലജ ടീച്ചർ ഇവിടെ വരുന്നത്. ഇതിങ്ങനെ ഒരു സ്ഥലമുണ്ട്, കൊല്ലുന്നവർ വേറെ, കൊലപാതകികൾ വേറെ, മക്കള് SFI-കാരൻ വരെ കൊലപാതകം നടത്തുക. എന്നിട്ട് ടീച്ചറെ പോലെ കോളിനോസ് ചിരിയായിട്ട് വന്നിട്ട് പുതിയ വേഷം കിട്ടുന്ന കുറെ ആളുകൾ. ഏതു വേഷം കെട്ടി വന്നാലും ഈ പോരാട്ടത്തിൽ, ഫാഷിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മാർക്സിസ്റ്റുകളെ കൂടെ കേരളത്തിൽ തറപറ്റിക്കാനും ഈ നാദാപുരത്തെ പ്രവർത്തകന്മാർ ഒരുപോലെ സജ്ജമായി നിൽക്കുമെന്ന് മാഷെ ആദരിക്കുന്ന ഈ ദിവസത്തിൽ പറയാനും പ്രഖ്യാപിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.